വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർണമായ ആദരപൂർണമായ വന്ദനം. ഒരാഴ്ച മുമ്പ് ഞാൻ കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെൻറ്ററിൽ ഒരു സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു സ്നേഹിതൻ മാതാ അമൃതാനന്ദമയിയെ ഒരു മന്ത്രി കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം സദസ്സിന് മുമ്പിൽ കാണിച്ചുകൊണ്ട്, ഇതാണോ ഇന്ന് നാം കൊട്ടിഘോഷിക്കപ്പെടുന്ന നവോത്ഥാനം എന്ന് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു ആൾ ദൈവത്തെ ഒരാൾ ആലിംഗനം ചെയ്തു നിൽക്കുന്ന, ഒരു ജനാധിപത്യ പ്രതിനിധി ആലിംഗനം ചെയ്തു നിൽക്കുന്ന ഒരു ചിത്രമുണ്ടെങ്കിൽ ഇന്ന് ആരാണവും അതിനെ എതിർക്കാൻ നിൽക്കുക എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഞാൻ എൻ്റെ അന്നത്തെ ആ മറുപടിയല്ല പ്രസംഗത്തിൽ ഞാൻ പറയുണ്ടായി. ഒരുപക്ഷെ അത് ഡോക്ടർ സുകുമാർ അഴീക്കോടോ അല്ലെങ്കിൽ MN വിജയൻ തന്നെയോ ഒരു പക്ഷേ അതിനെ അങ്ങനെ സാന്ദർഭികമായ ഒരു ചടങ്ങ് എന്നതിൽ കവിഞ്ഞ് അതിനൊരു പ്രാധാന്യം കൽപ്പിക്കാതെ അതിനെ അവഗണിച്ചേക്കാം എന്ന് ഞാനവിടെ പറയുണ്ടായി. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരാൾ മാത്രം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ അശ്ലീല ചിത്രത്തെ അധികം നഖശികാന്തം എതിർക്കുകയും അധികം എവിടേക്കാണ് ഒരു ജനാധിപത്യ മതേതര ഗവൺമെൻറ്റിൻ്റെ യാത്ര എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയും ചെയ്യുമായിരുന്നുവെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത്, പവനം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ ഒരു ചിത്രം എന്നാണ്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ പവനനുണ്ടായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നാറുണ്ട്. അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഗുരുവായൂരിൽ കൊടിമരത്തിന് ഇതുപോലെ സ്വർണം പൂശുമ്പോൾ പവനനുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇരിങ്ങാലക്കുട കൂലൽമാണിക്യ ക്ഷേത്രത്തിൽ സ്വർണം പൂശിയ കൊടിമരം പിന്നീട് സ്വർണമല്ലാതായി തീർന്നപ്പോൾ പവനെഴുതിയൊരു കുറിപ്പുണ്ട്, ചെമ്പ് പുറത്തായില്ലേ എന്നാണ് ആ പ്രസ്താവനയുടെ. ചെമ്പ് പുറത്തായില്ലേ എന്ന്. സ്വർണം, കൊടിമരത്തിലെ സ്വർണം ചെമ്പായി മാറിയപ്പോൾ പവനെഴുതിയ വാചകമാണ്, അത് പത്രങ്ങളിൽ വന്ന വാചകമാണ്. ചെമ്പ് പുറത്തായില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മലയാളിയുടെ ദൈനംദിന ജീവിതത്തിലെയും ദൈനംദിന രാഷ്ട്രീയത്തിലെയും ഒക്കെ യഥാർത്ഥ പ്രശ്നങ്ങളെ, വളരെ ഗുരുത്വമേറിയ പ്രശ്നങ്ങളെ വളരെ പൂർണ്ണമായിട്ട് അതിനെ അഡ്രസ് ചെയ്യുകയും അതിനെ സംബോധന ചെയ്യുകയും അത് എന്തുകൊണ്ടാണ് ജനസമൂഹത്തിനെ ദോഷകരമായി ബാധിക്കുന്നതെന്ന് പറയാനും ഒരു കാലത്ത് നമുക്ക് പവനൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അവസാനമായിട്ട് പവനനെ കാണുന്ന സമയത്ത് അതൊരു പ്രത്യേക സന്ദർഭത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പവനൻ്റെ 2003 മുതലുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 3 വർഷങ്ങളെന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ്സിൽ അദ്ദേഹം ആലോചിച്ചു കൂട്ടുകയും ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു തിരസ്കാരമായിരുന്നു ആ ജീവിതം. അപ്പോൾ ആ ജീവിതത്തിനിടയിൽ നമ്മൾ പവനനെ കാണുക എന്ന് പറയുന്നത് പവനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾക്കൊക്കെ വളരെ ദുസ്സഹമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതിന് തൊട്ട് മുമ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പവനൻ സാഹിത്യ അക്കാദമിയിൽ തന്നെ നടന്നൊരു യോഗത്തിൽ വെച്ച് അദ്ദേഹം ഒരു വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് 18-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ സംഭവത്തിലേക്ക് അദ്ദേഹം പോകുന്നത് പെട്ടെന്ന് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ പരിഭ്രമത്തോടു കൂടി ഒരു ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പം ഞാനത് പറയാൻ കാരണം
ആ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദുഃഖപൂർണമായിട്ട് പരിണമിച്ചെന്നുള്ള എൻ്റെ വേദനയൊക്കെ പേറുന്ന മനുഷ്യരാണ് ഞങ്ങളെല്ലാവരും തന്നെ. കേസരി ബാലകൃഷ്ണപിള്ള പ്രബോധകൻ തുടങ്ങുന്ന സമയത്തായാലും, അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കേസരി തുടങ്ങുന്ന സമയത്തായാലും, അദ്ദേഹം ചെയ്ത ഏറ്റവും ധീരമായൊരു ക്രിയ എന്ന് പറയുന്നത് പത്രപ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിതമാണ് തൻ്റെ ജീവിതം എന്നുള്ളൊരു വലിയ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതു നിമിഷവും ഈ പ്രബോധകൻ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വിമർശനം, തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചുള്ള വിമർശനം ഇത്രമാത്രം ഘടിപ്പിക്കുകയും അത്രമാത്രം രൂക്ഷമാക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രബോധകൻ അടച്ചു പൂട്ടുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് കേസരി, ഈ ബാലകൃഷ്ണപിള്ള കേസരി പത്രത്തിൻ്റെ, കൊല്ലത്തുള്ള കേസരി പത്രത്തിൻ്റെ ലൈസൻസ് സ്വന്തമായിട്ട് അദ്ദേഹം വാങ്ങിവെക്കുന്നത്. പവനൻ അത് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. പവനൻ പറയുന്നതെന്ന് വെച്ചാൽ, താൻ ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രക്ഷുബ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ ലോകം മാത്രമല്ല എൻ്റെ സമുദായം മുഴുവനും അറിയണമെന്ന ഉത്കടമായ സമർപ്പണ ബുദ്ധിയോടുകൂടി എല്ലാ കാലത്തും ബാലകൃഷ്ണപിള്ള പ്രവർത്തിച്ചിരുന്നുവെന്നാണ് അതിൽ അദ്ദേഹം വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, സാഹിത്യ ജീവിതത്തെക്കാൾ, ബാലകൃഷ്ണപിള്ളയുടെ സാഹിത്യ ജീവിതത്തെക്കാൾ അദ്ദേഹം അത് പ്രധാനമായിട്ടും പത്രപ്രവർത്തന ജീവിതമാണ് വലുത് എന്ന് അവിടെ പവനൻ സ്ഥാപിക്കുന്നത്. അതൊരർത്ഥത്തിൽ ഞാൻ പറഞ്ഞാൽ പവനൻ്റെ ജീവിത സാഹചര്യങ്ങളും പവനൻ്റെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും പവനൻ്റെ ഇടതുപക്ഷ സങ്കല്പങ്ങളും ഒക്കെ ആയിട്ട് യോജിച്ചു പോകുന്നതാണ്. അത് സമൂഹത്തിൻ്റെ നവോത്ഥാനപരമായിട്ടുള്ള ഒരു യാത്രയെ, ബാലകൃഷ്ണപിള്ളയുടെ യാത്രയെ സൂചിപ്പിക്കുന്നതുകൊണ്ട് അത് ഭാവി കേരളം ഉൾക്കൊള്ളുമെന്ന് കൃത്യമായിട്ട് പവനന് അതറിയാമായിരുന്നു. മാത്രമല്ല പവനത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തെ അദ്ദേഹം അംഗീകരിക്കുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള പറയുകയാണ്, നിരൂപണം സപ്രമാണമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നിരൂപണം സപ്രമാണമായിരിക്കണം. അത് കേസരി ബാലകൃഷ്ണപിള്ള സാഹിത്യത്തിൽ കൊണ്ടുവന്നതാണ്. അത് പിന്നീട് MN വിജയനാണ് പിന്നീട് അതെടുത്ത് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന ലേഖനത്തിൽ കുറച്ചുകൂടി അതിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിരൂപണം സപ്രമാണമായിരിക്കണമെന്ന കേസരിയുടെ ആ ഒരൊറ്റ വാചകത്തെ കടമെടുത്തുകൊണ്ട് പിൽക്കാലം മുഴുവൻ പവനൻ എഴുതി ചേർത്ത അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലേഖനങ്ങളും സാഹിത്യ വിചാരങ്ങളുമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ നവോത്ഥാനത്തിലേക്ക് സഞ്ചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയുടെ, ഇടതുപക്ഷ ചിന്തയുടെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ പരിണിതമായിരുന്നു നമുക്ക് കാണാനായിട്ട് നമുക്ക് കഴിയും. അതുമാത്രമല്ല, പവനൻ സാഹിത്യത്തെക്കുറിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന ലേഖനം അദ്ദേഹം ജീവൽ സാഹിത്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനമാണ്. ഈ ജീവൽ സാഹിത്യത്തെക്കുറിച്ച് എഴുതുന്ന ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വാസ്തവത്തിൽ കേസരി ബാലകൃഷ്ണപിള്ള മോപ്പസാങ്ങിൻ്റെ സ്ത്രീയുടെ ജീവിതം എന്ന കഥ ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ തകഴിയും കേശവദേവുമൊക്കെ മൂന്നാംകട എഴുത്തുകാരുമായിട്ട് പരിണമിക്കുമായിരുന്നുവെന്ന് പവനൻ അതിൽ എഴുതുന്നുണ്ട്. കാരണം അതിൻ്റെ ഈ കഥയുടെ ഉള്ളടക്കത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ജീവിതത്തിലെ സംഘർഷപൂർണങ്ങളായിട്ടുള്ള അധ്യായങ്ങൾ, ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അതിജീവനത്തിൻ്റെ പാഠങ്ങൾ, ഒരു സ്ത്രീയുടെ തന്നെ സമൂഹത്തെ വീക്ഷിക്കുന്ന കാഴ്ചപ്പാടുകൾ, ആ സ്ത്രീ തന്നെ സമൂഹത്തിലെ ദുർനിയമങ്ങളുടെ ഇരയായിത്തീരുന്ന സന്ദർഭങ്ങൾ. അപ്പോൾ ഈ സന്ദർഭങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പിൽക്കാലത്ത് ദേവും അതുപോലെ തന്നെ തകഴിയും എഴുതിയത് സാഹിത്യത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ കീഴാളർക്ക് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നാണ് പവനൻ അത് സമർപ്പിക്കുന്നത്. പവൻ അതിനോട് ബന്ധപ്പെട്ടൊരു വലിയ, ഞാൻ പറയുന്ന വളരെ പ്രവചനാത്മക സ്വഭാവമുള്ള ഒരു വാചകം കൂടിയിട്ട് അദ്ദേഹം ചേർക്കുന്നുണ്ട്. അതിൽ പവനൻ പറയുന്നത് 1935 ശേഷം ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായതിനു ശേഷം കേരളത്തിൽ എല്ലായിടത്തും എല്ലാ ജനങ്ങൾക്കും വേണ്ടി ക്ഷേത്രം
ക്ഷേത്രങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കാൻ കേരളത്തിലെ അവർണ വിഭാഗങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല എന്നാണ് പവൻ എഴുതുന്നത്. അവിടെ മുതൽ യഥാർത്ഥത്തിൽ പൂജാരിയുടെയോ തന്ത്രിയുടെയോ കേരളത്തിലെ അധീശത്വം, ജാതിയുടെ അധീശത്വം അവിടെ നിന്ന് വളരെ പ്രകടനമായിട്ട് ഉയരുന്നതാണ് കേരളം കാണുന്നതെന്നാണ് പവനൻ ആ വാചകത്തിൽ സൂചിപ്പിക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, സാമൂഹിക ചിത്രം പരിശോധിക്കുമ്പോൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഈ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭിന്നമായ അതിൻ്റെ ലോകത്തെക്കുറിച്ച്, ഈ ശബരിമല വരെ നീളുന്ന അതിൻ്റെ പ്രതിമാസങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവും. ശബരിമല എന്ന് പറയുന്നത് തന്നെ ഒരു കാലത്ത് ആദ്യത്തെ മനുഷ്യർ കണ്ടെടുത്ത പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ സമർപ്പണത്തിൻ്റെയും ഒക്കെ വലിയ കാടുകളുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ചത്വരങ്ങളായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാലത്താണ് നമ്മൾ വനങ്ങളിൽ ദുർഗമാരും വനങ്ങളിൽ കാളിമാരും അതുപോലെ തന്നെ വയനാട്ട് കുലവനും ഒക്കെ ഉണ്ടാകുന്നത് ഈ കാടുകളുടെ ഉത്സംഗത്തിനുള്ളിൽ പ്രകൃതിയെ ആരാധിക്കുന്ന മനുഷ്യരിൽ നിന്നാണ്. എന്നാൽ 14-ാം നൂറ്റാണ്ടിന് ശേഷം വർണ്ണാശ്രമ വ്യവസ്ഥിതി വന്നതോടുകൂടിയിട്ട് ഈ ദൈവങ്ങൾ ആരാധിക്കാൻ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാവുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും മനുഷ്യൻ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വിഭജിക്കപ്പെടുകയും അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇന്ന് എന്നോടൊരാൾ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ വളരാത്തതെന്ന് ചോദിച്ചു. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ചൈനയിലുണ്ടായിട്ടുള്ള വലിയ വിപ്ലവങ്ങളെക്കുറിച്ച്, അവരുടെ നിർമ്മാണ രംഗത്തുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്, അതിൽ AI വഹിക്കുന്ന പങ്കിനെക്കുറിച്ചൊക്കെയുള്ള മനോഹരമായിട്ടുള്ളൊരു ലേഖനം ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ ആ ലേഖനത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അവിടെ ഭരണം നടത്തുന്ന ഗവൺമെൻറ്റിനോ വികസനത്തെ സംബന്ധിച്ച് മറ്റൊരു തരത്തിലുള്ളൊരു ജനകീയ തടസ്സവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇന്ത്യയുടെ ഒരു ചിത്രം എടുത്തു നോക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് കടന്നു വരുന്നത് മതമാണ്. അവിടെ കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് മതമാണ്. അവിടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധമായിട്ട് വരുന്നത് നമുക്ക് മതമാണ്. അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജ് പറയാണ്, ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ഓക്സിജൻ ശ്വസിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക ജീവി പശുവാണ്. ആ പശു ഇങ്ങനെ ഊർജം, യാഗവും യജ്ഞവുമാണ് സൂര്യന് എനർജി നൽകുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഒരു അലഹബാദിലെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി രേഖപ്പെടുത്തിയ സംഭവമാണ്. ഇത് രേഖപ്പെടുത്തിയ സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഈ വിധത്തിൽ മതത്തിൻ്റെ അതീത ശക്തികളെ, മതാതീത ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ അങ്ങേയറ്റം ഇങ്ങേയറ്റം നടക്കുന്ന ഒരു വോട്ട് ബാങ്കിന് വേണ്ടി നടക്കുന്ന ഒരു വലിയ ഒരു ഭരണത്തിൻ്റെ കൊള്ളയെക്കുറിച്ചുള്ളൊരു ചിത്രമാണ് ഇന്ത്യയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇന്ന് വിലയിരുത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അവിടെയാണ് ഞാൻ വിചാരിക്കുന്നത് പവനൻ്റെ ഒരു പ്രസക്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ പവനന് അങ്ങനെ ചെയ്യാൻ തോന്നിയത്, എൻ്റെ മനസ്സിൽ തോന്നുന്നത്, പവൻ അതുകൊണ്ട് ഇന്ത്യ അത്രമാത്രം വിശദമായിട്ടും വിശാലമായിട്ടും കണ്ടുകൊണ്ടാണ്. ഞാൻ വിചാരിക്കുന്നു പവനൻ കറാച്ചി മുതൽ ചെറുവത്തൂർ വരെയുള്ള ഈ ലോകം മുഴുവൻ പവനൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ അദ്ദേഹം അനേകം ജീവിത വേഷങ്ങൾ അദ്ദേഹം ധരിച്ചിട്ടുമുണ്ട്. അനേകം ജീവിത വേഷങ്ങൾ, അദ്ദേഹം പലതരം വേഷങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നീട് ഞാൻ വായിച്ചിട്ടുള്ള ഒറ്റ എഴുത്തുകാരിലും അത് കണ്ടിട്ടില്ല, ഒരാൾക്കൊഴിച്ച്, വൈക്കം മുഹമ്മദ് ബഷീറിനൊഴിച്ച്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ തന്നെ പവനനും മാജിക്കുകാരനായിട്ടുണ്ട്. പവനനും അതുപോലെ തന്നെ സൈന്യത്തിൽ പോയിട്ടുണ്ട്. പവൻ കറാച്ചിയിൽ പോയിട്ട് അദ്ദേഹം ഒരു വലിയ ഒരു സൈനിക കേന്ദ്രത്തിൻ്റെ സ്റ്റോർ കീപ്പറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ വിഭിന്നമായിട്ടുള്ള അനേകം ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഊറിക്കൂടിയതാണ് പവനൻ്റെ ജീവിത ചിന്തകളും പവനൻ്റെ സാഹിത്യ വിചാരങ്ങളും. അങ്ങനെയാണ് പവനൻ്റെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തേണ്ടതെന്ന് തോന്നുന്നു. ഞാൻ അവസാനമായിട്ട് പവനൻ ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ചിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം ഞാൻ വിശദമായിട്ട് വായിക്കുകയും അതിനെക്കുറിച്ച് മുമ്പൊരു പഠനക്കുറിപ്പ് എഴുതുകയും ചെയ്തിട്ടുള്ളതാണ്, ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ച്. അപ്പോൾ ഈ ശിവയോഗിയെ കേരള സമൂഹത്തിന് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. അത് കേരളത്തിലൊരു മതാതീത സമൂഹം ഉണ്ടാകണം എന്ന കൃത്യവും സൂക്ഷ്മവുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി മതത്തെ ഒരു ജയിലായി കണ്ടു.
അങ്ങനെ മതത്തിനെ ജയിലായി കാണുന്ന ബ്രഹ്മാനന്ദ ശിവയോഗി അതേസമയം തന്നെ തൻ്റെ ഭൗതിക ജീവിതത്തിൽ നിന്ന് ആത്മീയ ജീവിതത്തിലേക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു വഴി അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഈ വഴിയിൽ മതം അവിടെ ഒരു തടസ്സമാണെന്ന് ബ്രഹ്മാനന്ദ ശിവയോഗി കണ്ടെത്താണ്. ആ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേരളത്തിൽ ആദ്യമായി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശ്രീവിദ്യാ പോഷിണി എന്ന ഒരു ശ്ലോകം, ആ ശ്ലോകങ്ങളടങ്ങിയിട്ടുള്ള പുസ്തകമാണ് ഇന്ന് കേരളത്തിൽ ഉള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള അവരുടെ ഒരു വലിയ ഒരു തുടക്കത്തിന് അവർക്ക് വിസ്തൃതമായിട്ടുള്ള ആകാശം തുറന്നു കൊടുക്കുന്നതിന് കാരണമായി തീർന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അദ്ദേഹം പറയണത് അതിൽ എഴുതുന്നുണ്ട്, പവനൻ തത്തയെപ്പോലെ കൂട്ടിലടച്ച് അർത്ഥമില്ലാത്ത വിധം സംസാരിക്കുന്ന ഒരു ജീവിതത്തെ ആ കൂട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി അനുഷ്ഠിച്ച ആ വലിയ ധർമ്മത്തെ, ആ വലിയ ത്യാഗത്തെ യഥാർത്ഥത്തിൽ കാണേണ്ടത് ഒരു വിഗ്രഹഭഞ്ജകൻ എങ്ങനെയാണ് സാമൂഹ്യ വ്യവസ്ഥയിൽ തൻ്റെ റോൾ ഭദ്രമാക്കുന്നത് എന്നാണ്. ഇതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ചിട്ട് അദ്ദേഹം ആ സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം എഴുതിയിട്ടുള്ളത് മിക്കവാറും എനിക്ക് തോന്നുന്നത് നല്ല പഠനങ്ങളും അതുപോലെ തന്നെ നല്ല കുറിപ്പുകളുമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അദ്ദേഹം ഈ കേരളം പുറകോട്ട് പോകുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം. ആ ലേഖനത്തിൽ അദ്ദേഹം എങ്ങനെയാണ് വിമോചന സമരത്തെ അദ്ദേഹം വിലയിരുത്തുന്നത് എന്ന് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വാസ്തവത്തിൽ നേതൃത്വം കോൺഗ്രസ്സിനായിരുന്നെങ്കിൽ അതിൻ്റെ പിതൃത്വം അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ മതശക്തികൾക്കാണെന്നാണ്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഇവിടെ ഒരു വലിയ ഒരു ചിത്രം കത്തിക്കുന്ന ഒരു സംഭവം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ച് മറ്റെല്ലാ ആളുകളും അതിനെ എതിർക്കുകയും അവിടെ സമരം നടത്തുകയും ചെയ്തപ്പോൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയത് പവനൻ മാത്രമായിരുന്നു. പവനൻ പറഞ്ഞു, അതിന് സാക്ഷികളുണ്ട്, ആ ചിത്രം കത്തിക്കിയതിന് സാക്ഷികളുണ്ട്, അതെവിടെയാണ് അത് കുഴിച്ചിട്ടെന്ന് പോലും അറിയാമെന്ന് പവനൻ പറഞ്ഞതുകൂടിയാണ് ആ ബഹളം മുഴുങ്ങിയത്. പവന് അങ്ങനെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പവൻ അവിടെ രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹം ജീവിതത്തെയും കലയെയും സമൂഹത്തെയും ഭരണകൂടത്തെയും ഒക്കെ കണ്ടതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ ഈ അക്കാദമിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആരും കാണപ്പെടാത്ത ഒരു സ്ഥലത്തൊരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ വെച്ച് പൂജിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പവനെ പോലെ ഈ സാഹിത്യ അക്കാദമിയെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇത്രമാത്രം പരിവർത്തിപ്പിക്കുകയും അതിനെ ജനങ്ങളുടെ മുമ്പിലേക്ക് അതിനെ കൊണ്ടുപോവുകയും ചെയ്ത വേറൊരു ഭരണാധികാരി ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാം. അങ്ങനെയുള്ളൊരു പവനന് സാഹിത്യ അക്കാദമിയിൽ പോലും വേണ്ടത്ര പരിഗണന കൊടുത്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.